ധന്യ, നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വലിയ പുരോഗതി ഉണ്ടാകുന്നു എന്നുള്ള ചില വാർത്തകൾ വരുന്നു. അതേസമയം തന്നെ ഈ തലാലിൻ്റെ കുടുംബം ഇതിനോട് മുഖം തിരിക്കുന്നു എന്നുള്ള വാർത്തകളും വരുന്നു. ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്താണ് ഇതുകൊണ്ട്? ശരിയാണ്. കാന്തപുരമൊക്കെ ഇടപെട്ടതിന് ശേഷം കേന്ദ്ര സർക്കാർ, ഗവർണറും കാന്തപുരം അടക്കം മതപണ്ഡിതരൊക്കെ ഇടപെട്ടതിന് ശേഷം നമുക്കൊരു നേരിയ പ്രതീക്ഷയുണ്ട് നിമിഷപ്രിയയുടെ കാര്യത്തിൽ. അതായത് ഇപ്പോൾ വധശിക്ഷ നീട്ടിവെച്ചിരിക്കുന്നു. ചിലപ്പോൾ അതെപ്പോൾ വേണമെങ്കിലും നടക്കത്താം. നമ്മൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് വേണമെങ്കിൽ ഒരു തീയതി പ്രഖ്യാപിക്കാം. അപ്പോൾ മാപ്പ് കൊടുത്ത് അവരെ പുറത്തിറക്കണം. അതുവരെ നമുക്ക് എന്താണ് ചെയ്യാൻ കാരണം അവർക്കും സംഭവിച്ചത് ചെറിയ കാര്യമൊന്നുമല്ല. അവരുടെ സഹോദരനെ 110 കഷ്ണമാക്കി വെട്ടി മുറിക്കുക എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ച് അവർക്കും വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ തലാലിൻ്റെ കുടുംബം വലിയൊരു ആരോപണവുമായി രംഗത്തെത്തുകയാണ്. കാരണം അവരിവിടെ നടക്കുന്ന കാര്യങ്ങളും വാർത്തകളും ഒക്കെ അവരുടെ യമനി ഭാഷയിൽ അവർ തർജ്ജിമ ചെയ്ത് ഇതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് നേതൃത്വം നൽകിയിരുന്ന ഒരു സാമുവൽ ജെറോം എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾക്കെതിരെയാണ് ഈ തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഖ് മഗ്ദി രംഗത്ത് വരുന്നത്. അയാൾ പറയുന്നത്, മാധ്യമങ്ങളോട് പറയുന്നത് പോലെ സാമുവൽ ജെറോം അഭിഭാഷകനല്ലെന്നും പ്രതിയുടെ കുടുംബത്തിലെ യമനിലെ പ്രതിനിധിയായ പവർ ഓഫ് അറ്റോർണിയുള്ള ആൾ മാത്രമാണെന്നും ഫേക്ക് പോസ്റ്റിൽ അബ്ദുൾ ഫത്താഖ് മഗ്ദി പറയുന്നു. മധ്യസ്ഥത എന്ന പേരിൽ തങ്ങളുടെ സഹോദരന്റെ രക്തത്തിൽ സാമുവൽ ജെറോം വ്യാപാരം നടത്തുകയെന്നാണ് അബ്ദുൾ ഫത്താഖ് ആരോപിക്കുന്നത്. അതായത് നിമിഷപ്രിയയുടെ പേര് പറഞ്ഞ് തലാലിന്റെ കുടുംബത്തിന് പണം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ പല ആളുകളിൽ നിന്ന് $40,000 ഇയാൾ പറ്റിച്ചതെന്നാണ് പറയുന്നത്. അപ്പൊ $40,000 വലിയ കോടികൾ വരുമായിരിക്കും, വലിയൊരു തുക. ആ തുക ഇയാളുടെ തലാലിന്റെ രക്തം വിറ്റ് ഇയാൾ പണം ഉണ്ടാക്കുന്നു എന്നാണ് വലിയൊരു ആരോപണം. നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചതിന് പിന്നാലെ സാമുവലിനെ കണ്ടെന്നും സന്തോഷം നിറഞ്ഞ മുഖത്തോടുകൂടി തനിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുവെന്നുമാണ് തലാലിന്റെ സഹോദരൻ പറയുന്നത്. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം കേരളത്തിലെ മാധ്യമങ്ങളിൽ തലാലിന്റെ കുടുംബത്തിന് ദിയാധനമായി നൽകാൻ സാമുവൽ $20,000 ആവശ്യപ്പെട്ടതായി കണ്ടതായും ഇയാൾ പറയുന്നുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഈ വിഷയത്തിൽ അദ്ദേഹം ഞങ്ങളെ വിളിച്ചിട്ടില്ല. ഒരു ടെക്സ്റ്റ് മെസ്സേജും അയച്ചിട്ടില്ല. മറിച്ചെന്നാണ് തെളിയിക്കാൻ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു. ഞങ്ങൾക്ക് സത്യം അറിയാം. കള്ളം പറയുന്നതും വഞ്ചിക്കുന്നതും നിർത്തിയില്ലെങ്കിൽ ഞങ്ങളത് തുറന്നു കാട്ടും. ഇങ്ങനെയാണ് തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. സാമുവൽ ജെറോം ഒരു ഡബിൾ പ്ലേ കളിക്കുന്നുണ്ട് എന്നാണ് ഇപ്പൊ അദ്ദേഹം. നേരത്തെ തന്നെ ഇയാൾക്കെതിരെ വലിയ ആരോപണം ഉണ്ടായിരുന്നു. തലാലിന്റെ കുടുംബവുമായി നേരത്തെ ബന്ധപ്പെട്ടിരുന്നു എന്നാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് നേതൃത്വം നൽകിയ സാമുവൽ ജെറോം അവകാശപ്പെട്ടിരുന്നത്. തലാലിന്റെ പിതാവുമായും സഹോദരനുമായും സംസാരിച്ചിരുന്നു എന്നാണ് ഇയാൾ വ്യക്തമാക്കിയിരുന്നത്. പിന്നീട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ലെന്ന് സാമുവൽ തന്നെ പറഞ്ഞു. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് സാമുവൽ ജെറോമിന് $40,000, അതായത് 38 ലക്ഷം രൂപ ആക്ഷൻ കൗൺസിൽ അയച്ചു കൊടുത്തിരുന്നു. എന്നാൽ ഈ പണവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചതോടെ 2024 ഡിസംബറിൽ ഇയാൾ ആക്ഷൻ കൗൺസിലിൽ നിന്ന് സ്വമേധയാ പുറത്തുപോയി. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതിൽ ഒരു മത നേതാവിന്റെ ഇടപെടലില്ല എന്ന് സാമുവൽ ജെറോം പറഞ്ഞതാണ് വിവാദങ്ങൾക്ക് കാരണമായത്. എല്ലാ ചർച്ചകളും സർക്കാർ തലത്തിലായിരുന്നു എന്നാണ് സാമുവലിന്റെ നിലപാട്. ശിക്ഷ നടപ്പാക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് കൊലപാതക കേസിൽ യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചത്. യമനിലെ പ്രമുഖ സൂഫി പണ്ഡിതനായ ഷൈഖ് ഹബീദ് ഉമർ ബിൻ ഹഫീറുൾ വഴി കാന്തപുരം AV അബൂബക്കർ നടത്തിയ ഇടപെടലാണ് വധശിക്ഷ മാറ്റിവെക്കാൻ കാരണമെന്നാണ് പുറത്തു വന്ന വിവരം. യമൻ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കി. എന്നാൽ കേന്ദ്ര സർക്കാർ ഇത്തരമൊരു ഇടപെടൽ നടത്തിയിട്ടില്ലെന്നാണ് അറിയിച്ചത്. അതായത് കാന്തപുരം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടല്ല ഈ ഇടപെടൽ നടത്തിയതെന്നാണ് പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ. അതായത് അദ്ദേഹം അവിടുത്തെ, കാരണം അതൊരു മതരാജ്യമാണ്, ജനാധിപത്യ രാജ്യമല്ല യമൻ എന്ന് പറയുന്നത്. അതൊരു മതരാജ്യം, ഹൂത്തികൾ ഭരിക്കുന്ന ഒരു രാജ്യം. തീവ്രവാദികളായ ഹൂത്തികൾ ഭരിക്കുന്ന സന എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ജയില്. അവിടെയാണ് നിമിഷപ്രിയ ജയിലിൽ കിടക്കുന്നത്. അവരുമായിട്ട് സംസാരിക്കണമെങ്കിൽ ഇവിടുത്തെ കേന്ദ്ര സർക്കാർ ഏതെങ്കിലും പ്രതിനിധികൾ പോയി സംസാരിച്ചാൽ ഹൂത്തികൾക്ക് മനസ്സിലായില്ല. അവർക്ക് മതം തലയ്ക്ക് പിടിച്ചവരാണ് അവർ. അവരോട് സംസാരിക്കണമെങ്കിൽ ഒരു മത പണ്ഡിതനായിരിക്കണം, അല്ലെങ്കിൽ ഒരു മത പുരോഹിതനായിരിക്കണം. അവർ വഴി അവർക്ക് സംസാരിക്കാൻ കഴിയൂ. അതുമാത്രമല്ല, ഈ തലാലിന്റെ കുടുംബവുമായി നേരിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. ഈ തലാലിന്റെ കുടുംബം എന്ന് പറയുന്ന ഒരു ഗോത്രവർഗ കുടുംബമാണ്. അത് ഈ ഗോത്രവർഗ
തലവനുമായി സംസാരിക്കുക. ആദ്യം മതപണ്ഡിതനുമായി സംസാരിക്കണം. ഈ മതപണ്ഡിതൻ ഗോത്രവർഗ തലവന്മാരുമായി സംസാരിക്കും. അതിനുശേഷം അവർ തലാലിന്റെ കുടുംബവുമായി സംസാരിച്ചാൽ മാത്രമേ തലാലിന്റെ വീട്ടിലേക്ക് വരെ പോകാൻ നമുക്ക് അനുവാദമുള്ളൂ. ഇവിടെ നിന്ന് ആരാണ് മധ്യസ്ഥതയ്ക്ക് പോകുന്നത് അവർക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിന്റെ ഗതികൾ ഓരോ സമയത്തും മലയാളികൾ ഓരോരുത്തർ. കാരണം കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ഹൈക്കോടതി അഭിഭാഷകൻ അഭിലാഷ് പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെ ഇരുന്ന് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഘോരഘോരമായി വാദിക്കുമ്പോൾ ഈ വാദങ്ങളൊക്കെ യമനിലെ പലരും തർജ്ജിമ ചെയ്ത് കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നിമിഷപ്രിയ വിശുദ്ധയാണ്, നിമിഷപ്രിയ ചെയ്തത് തെറ്റല്ല, നിമിഷപ്രിയയെ മോചിപ്പിക്കാനായി നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അവിടെ തലാലിനെ നമ്മൾ കടന്നാക്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്റെ സഹോദരനെ കാരണം നിമിഷപ്രിയ ഇന്ത്യൻ ജയിലിലല്ല കിടക്കുന്നത്, യമൻ ജയിലിലാണ്. അവിടെ വേറൊരു ഭരണകൂടമാണ്, രാജഭരണം നിലനിൽക്കുന്ന രാജ്യമാണ്, ഭീകരവാദികൾ ഭരിക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ തലാലിനെ അധിക്ഷേപിച്ചുകൊണ്ട് തലാൽ ഒരു ഡ്രഗ്സ് അഡിക്റ്റ് ആണെന്നും തലാൽ ഒരു പിന്നെ കൊള്ളില്ലാത്തവനാണെന്നും അത്തരത്തിലുള്ള പരാമർശങ്ങൾ നമ്മൾ ഇവിടെ ഇരുന്ന് നടത്തുമ്പോൾ അവരത് കേൾക്കുകയും അവരതിൽ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണ്ട, ഇത്തരത്തിലാണ് അവരുടെ രാജ്യത്ത് നിന്ന് നമ്മുടെ സഹോദരനെ കുറിച്ച് പറയുന്നത്, അതുകൊണ്ട് തൽക്കാലം നമുക്ക് മാപ്പ് കൊടുക്കേണ്ട തരത്തിലേക്ക് നമ്മൾ പോകണ്ട എന്ന് തീരുമാനിച്ചാൽ അതേ സംഭവിക്കൂ. നമ്മൾ നിമിഷപ്രിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ഓരോ കാര്യങ്ങളും അത് അവർക്ക് തന്നെ തിരിച്ചടിയായി മാറുന്ന അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് തലാലിനെ നമുക്കൊരിക്കലും ഇപ്പോൾ നിമിഷപ്രിയയ്ക്ക് ഒരു മകളുണ്ട്, അവരൊരു ഇരയാണ്, അവരെ കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെയാണ് തലാലിനും ഒരു കുടുംബമുണ്ട്. തലാലിനെ 10 മാസം ചുമന്ന് പ്രസവിച്ച ഒരു ഉമ്മയുണ്ട്, തലാലിന്റെ ഭാര്യയും മക്കളുമുണ്ട്, ഒരു സഹോദരനുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ അയാളുടെ ശവശരീരം കിട്ടിയത് അയാളെ കാണാൻ പോലും കഴിയാത്ത രീതിയിലാണ്, പല കഷ്ണങ്ങളായാണ് അയാളെ കിട്ടിയത്. സ്വാഭാവികമായിട്ട് അവർക്കുണ്ടാവുന്ന ഒരു ദുഃഖം, അത് കൊലപാതകം എന്ന് പറയുന്ന ലോകത്ത് എവിടെ ചെന്നാലും, ഇനി ഉഗാണ്ടയിൽ ചെന്നാലും കൊലപാതകം തന്നെയാണ്, അല്ലാതെ അതിൽ മാറ്റമൊന്നുമില്ല. കൊലപാതകം ചെയ്തത് എപ്പോഴും വേട്ടക്കാരൻ തന്നെയാണ്. അത് എന്തിന്റെ പ്രതിരോധത്തിന്റെ പേരിലാണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം നിമിഷപ്രിയ ഒരു വേട്ടക്കാരിയാണ്, നമുക്കാണ് അവർ ഇര. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വേട്ടക്കാരിയാണ്. ആ വേട്ടക്കാരിയെ ഏതൊക്കെ തരത്തിൽ നശിപ്പിക്കാൻ കഴിയുമോ ആ തരത്തിലൊക്കെ അവരത് ചെയ്യും. അതിന് അവരുടെ ഏറ്റവും അവസാനത്തെ ആയുധം എന്ന് പറയുന്നത് വധശിക്ഷയാണ്. ഇപ്പോൾ അമിതമായി പണത്തെ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ് തലാലിൻ്റെതെങ്കിൽ തീർച്ചയായിട്ടും എത്ര കോടി വേണമെങ്കിലും ചോദിച്ചാൽ ഈ സമയത്ത് അവർക്ക് കിട്ടും, അത് അവർക്കറിയാം. നിമിഷപ്രിയയ്ക്ക് വേണ്ടി ലോകത്തെ മലയാളികൾ മുഴുവൻ ഒന്നിക്കും, ആ പണം അവർക്ക് കൊടുക്കുകയും ചെയ്യും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം പണത്തിനപ്പുറം അവരവരുടെ സഹോദരനാണ് വില കൊടുക്കുന്നത്, അയാളുടെ മരണത്തിനാണ് അവർ വില കൊടുക്കുന്നത്, അയാളുടെ ആത്മാഭിമാനത്തിനാണ് അവർ വില കൊടുക്കുന്നത്, ആ കുടുംബത്തിന്റെ അഭിമാനത്തിനാണ് അവർ വില കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് തൻ്റെ സഹോദരനെ വിറ്റ് സാമുവൽ ജെറോം എന്ന് പറയുന്ന ഒരുത്തൻ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ ജീവിതത്തിനേക്കുന്ന വലിയ തിരിച്ചടിയാണ്. അത് തിരിച്ചറിയാൻ ഇയാളെപ്പോലുള്ളവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മറ്റൊരു കാര്യം, ഇയാളത് പറ്റിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞ ഒരു അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നാൽ അത് വലിയ രീതിയിലുള്ള ഇയാൾക്ക് തിരിച്ചടിയാകുമെന്ന് കണ്ടിട്ടാണ് കാന്തപുരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇയാൾ കേന്ദ്ര സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നുവെങ്കിൽ അത് സാമുവൽ ജെറോമിന്റെ കയ്യിലിരിപ്പ് കൂടിക്കൊണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.